കുപ്രചാരണങ്ങൾ വിശ്വസിക്കരുത്. അത്തരത്തിൽ ഒരു സംഘർഷ സാധ്യതയോ അല്ലെങ്കിൽ ആല് മുറിച്ചു മാറ്റുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വ്യക്തമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മുറിക്കാൻ പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? ചാഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ചില്ലകൾ മാത്രമേ മുറിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തതാണ്. കാരണം ഇത് അപകടാവസ്ഥയിലാണ്. ഇതിൽ കൊമ്പ് മാത്രം മുറിച്ച് ഈ ചാഞ്ഞ് കിടക്കുന്ന കൊമ്പ് മാത്രം മുറിച്ച് മാറ്റാനാണ്. അത് കഴിഞ്ഞ മേയർ ഉണ്ടായിരുന്ന വി കെ പ്രസാദ് മേയർ ആയിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതിനെല്ലാം മുറിച്ച് മാറ്റി ക്ലിയർ ചെയ്തു. അതിനുശേഷം ഒരു 5-7 കൊല്ലം വരെയായി അതൊക്കെ മുറിച്ച് മാറ്റിയിട്ട്. അപ്പോൾ ഈ വീണ റോഡിലോട്ട് നിൽക്കുന്നതും ഇതിലോട്ട് ചാഞ്ഞ് നിൽക്കുന്നതും മാത്രം മുറിക്കാനുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഇത് മുറിച്ച് മാറ്റാനുള്ളതൊന്നുമില്ല. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ആൽമുത്തശ്ശിക്ക്. നിരവധി പേർക്കാണ് വർഷങ്ങളായി ഈ ആൽമുത്തശ്ശി തണലേകുന്നത്. ഈ ആലിനെ സംരക്ഷിക്കണമെന്നുള്ള ആവശ്യവുമുണ്ട്. മാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ ഈ ആലുമായി ബന്ധപ്പെട്ട് ഒരു കുപ്രചാരണമാണ് പൊതുവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വാസ്തവം അന്വേഷിച്ചുകൊണ്ടാണ് ഓൺലൈൻ വാർത്ത 24/7 ഇപ്പോൾ ഈ ആലിൻ്റെ മുൻവശത്ത് നിൽക്കുന്നത്. നിൽക്കുന്ന ITI ഉണ്ട്, കഴക്കൂട്ടം ITI ഉണ്ട്, അതുപോലെ തന്നെ കഴക്കൂട്ടം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. സമീപത്തുള്ള കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആശ്രയിക്കുന്നത് ഈ ഒരു ബസ് സ്റ്റോപ്പിനെയാണ്. അത്തരത്തിൽ ജോലിക്ക് പോകുന്നവരും പഠിക്കുന്നവരും ഒക്കെ നിൽക്കുന്നത് ഈ ഒരു ആലിനെ ആശ്രയിച്ചുകൊണ്ടുള്ള ബസ് സ്റ്റോപ്പിലാണ്. കഴക്കൂട്ടം ജംഗ്ഷനിലെ ഈ ഒരു ആൽ മരം മുറിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു മറുപടി നൽകാൻ നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് കഴക്കൂട്ടം വാർഡ് കൗൺസിലർ കവിത LS ആണ്. നമുക്ക് വാസ്തവം എന്താണെന്ന് കൗൺസിലറോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ഒരു ആല് മുറിക്കാൻ പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? ഇന്ന് രാവിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ വിളിച്ചിരുന്നു. ഈ ആൽമരം മുറിക്കുന്നില്ല. കാരണം ഈ വ്യാപാരി വ്യവസായികളും അതുപോലെ തന്നെ ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ്. അപ്പൊ ഇവിടെയുള്ള കുട്ടികളും ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ട്. മഴക്കാലം ആകുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം കാണുന്നുണ്ടായിരിക്കും, ഈ ചില്ലകളെല്ലാം ചാഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഇത് ചില്ലകൾ മാത്രമേ മുറിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തതാണ്. കാരണം ഇത് അപകടാവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷം ഓണ സമയത്ത് നമ്മൾ വെട്രോഡ് മാർക്കറ്റിൽ ഇതേപോലെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അതിന്റെ ചില്ല വീണിട്ട് ഒരു പയ്യൻ മരിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് മരച്ചില്ല മാത്രമേ മുറിക്കുന്നുള്ളൂ. അതാണ് സത്യാവസ്ഥ. മരം മുറിക്കുന്നില്ല. മരം മുറിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. കാരണം തണൽ മരമാണ്. അത് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിലും നിരവധി ആൾക്കാർ ഇരിക്കുന്നത് ആലിന്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ബസ് സ്റ്റോപ്പിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സജ്ജീകരണമൊക്കെ കോർപ്പറേഷൻ ഭാഗത്തുനിന്ന് ചെയ്തിരിക്കുന്നതല്ലേ? അതാണ് കോർപ്പറേഷനാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആൽമരം മുറിക്കണമെങ്കിൽ അങ്ങനെ നമ്മളൊരു സംരക്ഷണം ആ മരത്തിന് കൊടുക്കണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും മരം മുറിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ചില്ല മുറിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി മഴക്കാലമാണ്, വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. നല്ല രീതിയിലുള്ള മഴ പെയ്യാൻ സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ മരത്തിന്റെ ചില്ല കാരണം യാതൊരു പ്രശ്നവും ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. കൊമ്പ് മാത്രം മുറിച്ച് ഈ ചാഞ്ഞ് കിടക്കുന്ന കൊമ്പ് മാത്രം മുറിച്ച് മാറ്റാനാണ്. അത് കഴിഞ്ഞ മേയർ ഉണ്ടായിരുന്ന വി കെ പ്രസാദ് മേയർ ആയിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതിനെല്ലാം മുറിച്ച് മാറ്റി ക്ലിയർ ചെയ്തു. അതിനുശേഷം ഒരു 5-7 കൊല്ലം വരെയായി അതൊക്കെ മുറിച്ച് മാറ്റിയിട്ട്. അപ്പോൾ ഈ വീണ റോഡിലോട്ട് നിൽക്കുന്നതും ഇതിലോട്ട് ചാഞ്ഞ് നിൽക്കുന്നതും മാത്രം മുറിക്കാനുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഇത് മുറിച്ച് മാറ്റാനുള്ളതൊന്നുമില്ല. ആൽമരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദത്തിൽ കഴക്കൂട്ടം വ്യാപാരി വ്യവസായി സമിതിയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുന്നതിനായി അതിൻ്റെ പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കാം. ഇന്ന് രാവിലെ മുതൽ നിലനിൽക്കുന്ന ഒരു വിവാദമാണ് ആൽമരം മുറിക്കാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധമൊക്കെ ഇവിടെ നടന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴക്കൂട്ടത്തെ സംബന്ധിച്ചോളം നിരവധി മേഖലയിൽ നിന്നുള്ള ആൾക്കാർ കഴക്കൂട്ടത്ത് വന്നു പോകുന്നുണ്ട്. അപകടകരമായ രീതിയിലുള്ള ഈ ഒരു മരത്തിൻ്റെ ചില്ലകൾ നിൽക്കുന്നത് മരം മുറിക്കുന്നു എന്നുള്ളതല്ലല്ലോ. മരത്തിൻ്റെ ചില്ലകൾ മുറിക്കുന്നത് അത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമ്മൾ പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ശിഖരങ്ങൾ വരികയല്ലേ, മരം മുറിച്ചു മാറ്റുന്നതുകൊണ്ട് മരം നശിക്കുന്നതെന്നല്ലോ, മരത്തിൻ്റെ ശിഖരങ്ങൾ മാത്രമല്ലേ മുറിച്ചു മാറ്റുന്നുള്ളൂ. അതുകൊണ്ട് മറ്റാർക്കും ദോഷം വരാതെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിലപാടാണ്. അതിന് നമ്മൾ വ്യാപാരി വ്യവസായ സമിതി പൂർണ്ണമായും സഹകരിക്കും. യാത്രക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് ഈ ആലിൻ്റെ മുന്നിൽ തന്നെ, ആലിനോട് ചേർന്ന് തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പുറത്ത് തന്നെ, തൊട്ട് സമീപത്ത് തന്നെ
കാത്തിരിപ്പ് കേന്ദ്രമുണ്ടെങ്കിലും യാത്രക്കാരൊക്കെ ആശ്രയിക്കുന്നത് ഈ ആലിൻ്റെ ഈ മുൻവശത്തുള്ള ഈ ബസ് സ്റ്റോപ്പ് തന്നെയാണ്. അത്തരത്തിൽ ആലിനെ സംരക്ഷിക്കുക എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് തന്നെ ഇവിടെ നിൽക്കുന്നത്. അതിനാൽ തന്നെയാണ് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ ഈ ഒരു കുപ്രചാരണത്തിന് എതിരായിട്ടുള്ള കൃത്യമായ നിലപാട് ഓൺലൈൻ വാർത്തയോട് പ്രതികരിക്കുകയും ചെയ്തത്. ഉള്ള കുപ്രചാരണങ്ങൾ വിശ്വസിക്കരുത്, അത്തരത്തിൽ ഒരു സംഘർഷ സാധ്യതയോ അല്ലെങ്കിൽ ആല് മുറിച്ചു മാറ്റുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വ്യക്തമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ നന്ദകുമാറിനോടൊപ്പം വീണ, ഓൺലൈൻ വാർത്ത 24/7 കഴക്കൂട്ടം. അവതരിപ്പിക്കുന്നത് ഹോട്ടൽ കാർത്തിക പാർക്ക് കഴക്കൂട്ടം. ഓഫറുകൾ, ഉൽപ്പന്നങ്ങൾക്ക് ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് നൽകുന്ന മൈജി കെയർ. ഇഷ്ട ഉൽപ്പന്നങ്ങൾ തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ മൈജി സൂപ്പർ EMI. ഏവർക്കും സ്വാഗതം. മൈജി ഫ്യൂച്ചർ ACBക്ക് സമീപം വെഞ്ഞാറമൂട്. ഇനി അടിമുടി ചേഞ്ച്, അടിപൊളി റേഞ്ച്.